ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഡബിൾ ക്രീമി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ മിലാക്ക് ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു 2 കപ്പ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിവിടെ ഒരു 1/2 ടിന്നിലധികം കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അടുത്തോളം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു സൈഡിലേക്ക് ഒന്നങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതേപോലെ തന്നെ 1 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ലെയർ പറഞ്ഞല്ലോ, അതിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടിന്നിൻ്റെ അടുത്തോളം കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ 1 ടീസ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുന്നതാണല്ലോ. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളം, നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റാക്കി വെക്കാനുള്ള ആ ഒരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഞാൻ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ലേഡി ഫിംഗറാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബിസ്ക്കറ്റൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു കോഫിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കോഫിയിൽ ഡിപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്, കോഫിയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ തന്നെ പഞ്ചസാര വേണ്ട കേട്ടോ, കാരണം ഈ ഒരു ലേഡി ഫിംഗറിൽ പഞ്ചസാര ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെയറും കൂടെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ലെയറിൽ തന്നെ നമ്മൾ ബദാമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഏറ്റവും മേലയിൽ ഇട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ ബദാം ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ ഒരല്പം ചോക്ലേറ്റ് ചിപ്സും കൂടെ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റായിട്ട് ആ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ഫസ്റ്റ് ബീറ്റ് ചെയ്ത് വെച്ച് അത് നമുക്ക് ഇതിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു സെക്കൻഡ് ലെയർ ഒന്ന് ഇളക്കി പോവാതെ തന്നെ നമുക്ക് നന്നായിട്ട് നീറ്റായിട്ട് തന്നെ ഒന്ന് ലെവലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, ഇത് നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോണ്ടല്ലോ, നമ്മൾ ഈ ഒരു പുഡിങ് എന്താ പറയുക, നല്ലൊരു അടിപൊളി ലുക്കായിട്ട് തന്നെ കിട്ടും. നമുക്ക് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാനുള്ള ഒരു കൊതിയാവും. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളിതിങ്ങനെ ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കട്ടെ, നല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന പുഡിങ്ങിലൊക്കെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ലുക്കാണ്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഒരു 30 മിനിറ്റ് മാത്രമേ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും ഇത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
അപ്പോൾ ഈ ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്